എന്നാൽ ആ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. പിന്നിൽ നിന്ന് കാലടികളുടെ ശബ്ദം കേട്ടു. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ കയ്യിൽ ആയുധങ്ങളുമായിട്ട് ഗ്യാവിനും അവൻ്റെ വേട്ടക്കാരുടെ സംഘവും അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. അവരുടെ കണ്ണുകളിൽ അത്ഭുതമല്ല, എലിയറ്റിനെ പിടിച്ചെടുക്കാനുള്ള മോഹമായിരുന്നു. ആ നിമിഷം മുതൽ പീറ്റും എലിയറ്റും നേരിടാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിരുന്നു. ഗ്യാവിൻ ഇത്രയും നാളായി കാത്തിരുന്നത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു. ഒരു മുന്നറിയിപ്പ് പോലും നൽകാതെ അവൻ എലിയറ്റിന് നേരെ ട്രാങ്കുലൈസർ ഡാട്ടുകൾ ചെയ്തു. ഒന്നല്ല, തുടരെ നിരവധി അമ്പുകൾ എലിയറ്റിന്റെ ശരീരത്തിൽ തറച്ചു. ആദ്യം എന്താണ് സംഭവിക്കുന്നതെന്ന് എലിയറ്റിന് മനസ്സിലായില്ല. പീറ്റിനെ രക്ഷിക്കണമെന്ന ചിന്തയിൽ അവൻ ഉടനെ ആകാശത്തേക്ക് പറന്നു വരാൻ ശ്രമിച്ചു. പക്ഷേ മരുന്ന് പതിയെ അവൻ്റെ ശരീരമാകെ പടരുകയായിരുന്നു. ഓരോ നിമിഷം കഴിയും തോറും അവൻ്റെ ശക്തി കുറഞ്ഞു. ചിറകുകൾക്ക് പഴയ കരുത്തില്ലാതെയായി. ഒടുവിൽ ആകാശത്ത് ഉയർന്നു പറന്നുകൊണ്ടിരുന്ന എലിയറ്റിന് താങ്ങി നിൽക്കാനായില്ല. ഒരു വലിയ നിലവിളിയോടെ അവൻ താഴേക്ക് പതിച്ചു. ആ കാഴ്ച കണ്ടപ്പോൾ പീറ്റിന്റെ ഹൃദയം തകർന്നുപോയി. വർഷങ്ങളായി തന്നെ സ്വന്തം കുടുംബത്തെ പോലെ സംരക്ഷിച്ച എലിയറ്റ് ഇന്ന് തൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ നിസ്സഹായനായി വീണടക്കുന്നു. ഗ്യാവിന് സംഘവും ആ അവസരം പാഴാക്കിയില്ല. അവർ എലിയറ്റിനെ വലിയ ചങ്ങലകളിൽ ബന്ധിച്ച് ഒരു ഭീമൻ ട്രക്കിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. എന്നാൽ ഈ സംഭവത്തിൽ ജാക്കിന് സന്തോഷമുണ്ടായിരുന്നില്ല. ഇത് ശരിയായ രീതിയിൽ അധികാരികളെ അറിയിക്കണം. ഈ ജീവിയെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ഗ്യാവിന് വേണ്ടിയിരുന്നത് സത്യമോ നീതിയോ ആയിരുന്നില്ല. ലോകം മുഴുവൻ തന്നെ ഒരു ഹീറോ ആയി കാണണമെന്ന ആഗ്രഹം മാത്രമായിരുന്നു. ഈ അത്ഭുത ജീവിയെ കണ്ടെത്തിയ മുഴുവൻ പ്രശസ്തിയും തനിക്ക് മാത്രം ലഭിക്കണമെന്ന സ്വാർത്ഥത അവൻ്റെ കണ്ണുകൾ മറച്ചിരുന്നു. അതേസമയം പീറ്റിൻ്റെ മനസ്സ് പൂർണ്ണമായും തകർന്നിരുന്നു. എലിയറ്റിനെ രക്ഷിക്കാൻ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധം അവനെ വേദനിപ്പിച്ചു. നദാലി അവൻ്റെ അടുത്ത് വന്ന് പതുക്കെ പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം പീറ്റ്, ഇതൊന്നും സംഭവിക്കുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. പക്ഷേ കരഞ്ഞിരുന്നാൽ എലിയറ്റ് തിരികെ വരില്ലെന്ന് ഇവർക്കും അറിയാമായിരുന്നു. അതിനാൽ അവർ ഒരു തീരുമാനമെടുത്തു. എന്ത് സംഭവിച്ചാലും എലിയറ്റിനെ രക്ഷിക്കണം. ആ രാത്രി അവർ ആരും അറിയാതെ ഗ്യാവിൻ എലിയറ്റിനെ തടവിൽ പാർപ്പിച്ചിരുന്ന വലിയ ഗോഡൌണിലേക്ക് എത്തി. ആരും കാണാതെ അകത്ത് കയറിയ അവർ കണ്ട കാഴ്ച അവരുടെ കണ്ണുകൾ നിറച്ചു. കൈകാലുകളിൽ കട്ടിയുള്ള ചെങ്ങലകൾ, ശരീരമാകെ മരുന്നിൻ്റെ ക്ഷീണം, അനങ്ങാൻ പോലും കഴിയാതെ കിടക്കുന്ന എലിയറ്റ്. എന്നിട്ടും പീറ്റിനെ കണ്ട നിമിഷം അവൻ്റെ കണ്ണുകളിൽ വീണ്ടും പ്രതീക്ഷ തെളിഞ്ഞു. പീറ്റ് ഉടനെ തന്നെ ഗോഡൌണിൻ്റെ എല്ലാ വാതിലുകളും അകത്തു നിന്ന് പൂട്ടി. പിന്നെ ഒരു നിമിഷം പോലും വൈകാതെ എലിയറ്റിനെ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ ഓരോന്നായി അഴിച്ചു മാറ്റാൻ തുടങ്ങി. സുഹൃത്തിനെ വീണ്ടും സ്വതന്ത്രനാക്കാനുള്ള ആ ശ്രമം അവരുടെ സൗഹൃദത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള തെളിവായിരുന്നു അത്. എന്നാൽ അവരുടെ രക്ഷാപ്രവർത്തനം അധിക നേരം രഹസ്യമായി തുടരാനായില്ല. അല്പസമയത്തിനകം ഗ്യാവിനും പോലീസും നിരവധി ആളുകളും ചേർന്ന് ഗോഡൌണിൻ്റെ വാതിലുകൾ തകർത്തകത്തേക്ക് കയറി. പക്ഷേ അപ്പോഴേക്കും എലിയറ്റ് വീണ്ടും അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവൻ സ്വതന്ത്രനായെങ്കിലും ശരീരത്തിൽ കുത്തിവെച്ച മരുന്നിൻ്റെ ക്ഷീണം ഇനിയും പൂർണ്ണമായി മാറിയിരുന്നില്ല. ദൂരേക്ക് പറക്കാനുള്ള ശക്തി അവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആരും കാണാത്ത ഒരു സ്ഥലത്ത് അദൃശ്യനായി ഒളിച്ചിരുന്ന് പതുക്കെ ശക്തി വീണ്ടെടുക്കാൻ അവൻ ശ്രമിച്ചു. അപ്പോഴാണ് ഗ്രേസിൻ്റെ കണ്ണിൽ പീറ്റും നദാലിയും പതിഞ്ഞത്. അവരെ കണ്ട നിമിഷം തന്നെ എലിയറ്റിനെ രക്ഷിച്ചത് ഇവരാണെന്ന് അവൾക്ക് മനസ്സിലായി. അത്ഭുതമുണ്ടായിരുന്നു, പക്ഷേ ദേഷ്യമുണ്ടായിരുന്നില്ല. കാരണം എലിയറ്റിനെ അടുത്തറിഞ്ഞ ശേഷം അവൾക്ക് മനസ്സിലായിരുന്നു അവൻ ആരെയും ഉപദ്രവിക്കുന്നൊരു ജീവിയല്ല. അതേസമയം കൃത്യസമയത്ത് മീച്ചും അവിടേക്കെത്തി. ഒരു നിമിഷം പോലും പാഴാക്കാതെ അദ്ദേഹം തൻ്റെ ട്രക്ക് ഉപയോഗിച്ച് എലിയറ്റിനെ രഹസ്യമായി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ സഹായിച്ചു. പക്ഷേ ഈ വിവരം അധികാരികൾ അറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. താമസിയാതെ പോലീസും ഗ്യാവിനും അവരുടെ പിന്നാലെ പാഞ്ഞെത്തി. ആവേശകരമായ ആ ഒരു പിന്തുടരൽ ഒടുവിൽ ഒരു വലിയ പാലത്തിൻ്റെ മുകളിലെത്തി. മീച്ച് ട്രക്ക് മുന്നോട്ട് ഓടിച്ചുകൊണ്ടിരുന്നു. അതിനുള്ളിൽ കിടന്ന എലിയറ്റ് പതിയെ തൻ്റെ പഴയ ശക്തി തിരിച്ചു പിടിക്കുകയായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവൻ പതിയെ എഴുന്നേറ്റു. വീണ്ടും തൻ്റെ വലിയ ചിറകുകൾ വിരിച്ചു. ഒടുവിൽ ആകാശത്തേക്ക് ഉയർന്ന് പാലത്തിന് മുകളിലൂടെ പറന്നു. പക്ഷേ പിന്നിൽ പാഞ്ഞു വരുന്ന പോലീസ് വാഹനങ്ങളുടെ ശബ്ദവും സൈറണും കേട്ടപ്പോൾ എലിയറ്റ് വീണ്ടും ഭയന്നു. ആ ഭയത്തിനിടയിൽ ഉണ്ടായ ആശയക്കുഴപ്പത്തിൽ പാലത്തിൻ്റെ ഒരു ഭാഗം തകർന്നു തുടങ്ങി. അതിലൂടെ വന്നുകൊണ്ടിരുന്ന നിരവധി വാഹനങ്ങൾ അപകടത്തിൻ്റെ വക്കിലെത്തി. ഒരു നിമിഷം എല്ലാവരുടെയും ജീവൻ ഭീഷണിയിലായി. അവിടെ നിന്ന് രക്ഷപ്പെടാൻ മാത്രമല്ല, മറ്റുള്ളവരുടെ ജീവനും രക്ഷിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഇപ്പോൾ എലിയറ്റിൻ്റെ മുന്നിലുണ്ടായിരുന്നു. പാലം തകർന്നതോടെ ഒരു നിമിഷം എല്ലാവരും ഭയന്നുപോയി. താഴേക്ക് വീഴാൻ പോകുന്ന വാഹനങ്ങൾ, ഭയന്ന് നിലവിളിക്കുന്ന ആളുകൾ, ചുറ്റും നിറഞ്ഞത് പരിഭ്രാന്തി മാത്രം. പക്ഷേ ആ അപകടം സൃഷ്ടിച്ചത് എലിയറ്റായിരുന്നെങ്കിലും അത് തടയാൻ ആദ്യം മുന്നോട്ട് വന്നതും അവൻ തന്നെയായിരുന്നു. സ്വന്തം ജീവനെക്കുറിച്ച് പോലും ചിന്തിക്കാതെ അവൻ അതിവേഗം ഓരോ വാഹനത്തിൻ്റെയും അടുത്തേക്ക് പറന്നെത്തി. വീഴാൻ പോകുന്നവരെ സുരക്ഷിതരാക്കി, പാലത്തിൽ കുടുങ്ങിയ ആളുകളെ രക്ഷിച്ചു. അങ്ങനെ വലിയൊരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ എലിയറ്റ് എല്ലാവരുടെയും ജീവൻ രക്ഷിച്ചു. ആ കാഴ്ച സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും മനസ്സ് മാറി. ഇതുവരെ അവർ ഭയന്നത് ഒരു ഭീകരജീവിയാണെന്ന് കരുതിയിരുന്നു.
പക്ഷേ ഇപ്പോൾ അവ തിരിച്ചറിഞ്ഞു. എലിയറ്റ് ഒരു മോൺസ്റ്റർ അല്ല, സ്നേഹം മാത്രം അറിയാവുന്ന ഒരു ഹൃദയമുള്ള ജീവിയാണ്. ഗ്യാവിനും നിശബ്ദനായി നിന്നു. പ്രശസ്തിക്ക് വേണ്ടി ഈ ജീവിയെ പിടികൂടാൻ ശ്രമിച്ചതാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റെന്ന് ഒടുവിൽ അവനും മനസ്സിലാക്കി. അതിനിടയിൽ ആകാശത്ത് ഹെലികോപ്റ്ററുടെ ശബ്ദം മുഴങ്ങി തുടങ്ങി. കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അവിടെ നിൽക്കുന്നത് എലിയറ്റിനും പീറ്റിനും സുരക്ഷിതമല്ലെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ ആ 2 സുഹൃത്തുക്കളും വീണ്ടും കാട്ടിലേക്ക് മടങ്ങി. ഒരിക്കൽ ഒരുമിച്ച് ചിരിച്ചും കളിച്ചും ജീവിച്ചിരുന്ന അവരുടെ പഴയ വീട്ടിലേക്ക്. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവരുടെ ഹൃദയം വീണ്ടും തകർന്നു. എത്രയോ ഓർമ്മകൾ സമ്മാനിച്ച ആ ഗുഹ ഇപ്പോൾ പൂർണ്ണമായും തകർന്നു കിടക്കുകയായിരുന്നു. അത് വെറുമൊരു ഗുഹയല്ലായിരുന്നു, അവരുടെ ബാല്യവും സൗഹൃദവും ജീവിതവും നിറഞ്ഞിരുന്ന ഒരു ലോകമായിരുന്നു. എലിയറ്റ് കുറച്ചു നേരം നിശബ്ദനായി ആ തകർന്ന ഗുഹയിലേക്ക് നോക്കി. പിന്നെ വളരെ പതുക്കെ പീറ്റിനടുത്തേക്ക് ചെന്നു. സംസാരിക്കാൻ കഴിയാത്തതിനാൽ അവൻ തൻ്റെ കണ്ണുകളിലൂടെയും ചെറിയ ചലനങ്ങളിലൂടെയും ഒരു കാര്യം പറയാൻ ശ്രമിച്ചു. ഇനി നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം ഇപ്പോൾ മനുഷ്യർക്കെല്ലാം ഈ സ്ഥലം അറിയാം. ഇനി ഇവിടെ താമസിച്ചാൽ പീറ്റിനും എലിയറ്റിനും ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാനാവില്ല. പക്ഷേ അതിലും വലിയൊരു സത്യം എലിയറ്റ് മനസ്സിലാക്കിയിരുന്നു. പീറ്റിൻ്റെ യഥാർത്ഥ ജീവിതം മനുഷ്യരുടെ ലോകത്താണ്. തന്നോടൊപ്പം എന്നും കഴിയുന്നത് അവനെ സന്തോഷിപ്പിക്കില്ലെന്ന്, അവന് ഒരു കുടുംബം വേണമെന്ന്, സ്നേഹത്തോടെ വളർത്തുന്ന മനുഷ്യർ വേണമെന്നും. എന്നാൽ പീറ്റിന് അതൊന്നും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അവൻ എലിയറ്റിനെ വിട്ടുപോകാൻ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് എലിയറ്റ് പീറ്റിൻ്റെ പഴയ കഥാപുസ്തകം എടുത്തത്. അതിലെ ഒരു ചിത്രത്തിലേക്ക് അവൻ പതുക്കെ വിരൽ ചൂണ്ടി. ഒരച്ഛനും അമ്മയും അവരുടെ മകനും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രം. ആ ചിത്രം കാണിച്ചുകൊണ്ട് ഒന്നും സംസാരിക്കാതെ തന്നെ എലിയറ്റ് പീറ്റിനോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമായിരുന്നു: നീ അർഹിക്കുന്നത് ഇതുപോലൊരു കുടുംബമാണ്. ആ നിമിഷം സ്വന്തം സന്തോഷത്തേക്കാൾ പീറ്റിൻ്റെ ഭാവിയെ സ്നേഹിച്ച എലിയറ്റ് ഒരു യഥാർത്ഥ സുഹൃത്തെന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ ചെറിയ ചിത്രത്തിലൂടെ എലിയറ്റ് പറയാൻ ശ്രമിച്ചത് ഒരു വലിയ സത്യമായിരുന്നു: നിന്റെ യഥാർത്ഥ സ്ഥാനം എൻ്റെ കൂടെയല്ല, ഗ്രേസിനും ജാക്കിനും നതാലിക്കുമൊപ്പമാണ്. നിന്നെ സ്വന്തം മകനായി സ്നേഹിക്കുന്ന ആ കുടുംബത്തിൻ്റെ കൂടെയാണ് നിന്റെ ജീവിതം. പീറ്റിന് ആ വാക്കുകൾ കേൾക്കാനായില്ല. പക്ഷേ എലിയറ്റിൻ്റെ ഹൃദയം പറയുന്നത് അവൻ മനസ്സിലാക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വർഷങ്ങളായി തൻ്റെ ലോകമായിരുന്ന കൂട്ടുകാരനെ വിട്ടുപിരിയണമെന്ന് ചിന്തിക്കാൻ പോലും അവന് കഴിയുമായിരുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ വിട്ടുകൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹമെന്ന് ആ 2 സുഹൃത്തുക്കൾക്കും മനസ്സിലായിരുന്നു. പീറ്റ് പതുക്കെ എലിയറ്റിൻ്റെ അടുത്തേക്ക് നടന്നു. അവനെ അവസാനമായി ഒരിക്കൽ കൂടെ കെട്ടിപ്പിടിച്ചു. ഒരു വാക്ക് പോലും പറയാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. കാരണം ആ നിമിഷത്തിൽ കണ്ണുനീർ പറഞ്ഞത് വാക്കുകൾക്ക് ഒരിക്കൽ പോലും പറയാൻ കഴിയാത്ത വികാരങ്ങളായിരുന്നു. വർഷങ്ങളായി പരസ്പരം കുടുംബമായിരുന്ന 2 ആത്മാക്കൾ ഇന്ന് ആദ്യമായി 2 വഴികളിലേക്ക് പിരിയുകയായിരുന്നു. ഒടുവിൽ കണ്ണുനീരോടെ പീറ്റ് തിരിഞ്ഞു നടന്നു ഗ്രേസിൻ്റെയും ജാക്കിൻ്റെയും നതാലിയുടെയും അടുത്തേക്ക്. അവർ അവനെ ഒരു അനാഥക്കുട്ടിയായിട്ടല്ല സ്വീകരിച്ചത്, സ്വന്തം കുടുംബത്തിലെ ഒരാളായി, സ്വന്തം മകനായി, സ്വന്തം സഹോദരനായി. വർഷങ്ങളായി നഷ്ടപ്പെട്ടിരുന്ന ആ കുടുംബസ്നേഹം ഒടുവിൽ പീറ്റിന് തിരികെ ലഭിച്ചു. അതേസമയം എലിയറ്റ് അവസാനമായി ഒരിക്കൽ കൂടെ പീറ്റിനെ നോക്കി. ആ നോട്ടത്തിൽ വിഷമമുണ്ടായിരുന്നു, പക്ഷേ അതിനേക്കാൾ വലിയ സന്തോഷവും ഉണ്ടായിരുന്നു. കാരണം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഇനി സുരക്ഷിതനാണെന്ന് അവൻ അറിയാമായിരുന്നു. പിന്നെ അവൻ തൻ്റെ വലിയ ചിറകുകൾ വിരിച്ചു. ആകാശത്തിൻ്റെ അനന്തതയിലേക്ക് പതിയെ പറന്നുയർന്നു. പീറ്റിൻ്റെ കണ്ണുകൾ അവനെ കാണാതാകുന്നതുവരെ ആകാശത്ത് തന്നെ നിന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഗ്രേസും ജാക്കും ഒരുമിച്ച് ഒരു മനോഹരമായ കുടുംബമായി മാറിയിരുന്നു. പീറ്റും നതാലിയും സഹോദരങ്ങളെപ്പോലെ സന്തോഷത്തോടെ വളരാൻ തുടങ്ങി. വീട്ടിൽ വീണ്ടും ചിരികൾ നിറഞ്ഞു. സ്നേഹം നിറഞ്ഞ ആ കുടുംബത്തിന് പീറ്റിനി ഒരിക്കലും ഒറ്റപ്പെട്ട കുട്ടിയായിരുന്നില്ല. ഇടയ്ക്കൊക്കെ അവർ എല്ലാവരും കാട്ടിലേക്ക് പോകുമായിരുന്നു. ആ പഴയ മരങ്ങളെയും കാറ്റിനെയും കാണുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു പച്ച നിറമുള്ള ഡ്രാഗൻ്റെ ഓർമ്മ മായാതെ തെളിഞ്ഞു നിൽക്കും. എലിയറ്റ് അതേസമയം ദൂരെ മേഘങ്ങൾ തഴുകുന്ന മലനിരകൾക്കിടയിൽ എലിയറ്റ് ഒറ്റയ്ക്ക് പറന്നു നടക്കുകയായിരുന്നില്ല. അവൻ്റെ മുന്നിലേക്ക് അവനെപ്പോലെ തന്നെ പച്ച നിറമുള്ള മറ്റു ഡ്രാഗണുകൾ പറന്നെത്തി. വർഷങ്ങളായി നഷ്ടപ്പെട്ട സ്വന്തം വർഗത്തെ ഒടുവിൽ അവൻ കണ്ടെത്തുകയായിരുന്നു. ആ കാഴ്ച കണ്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി: ഒരിക്കൽ ഒറ്റപ്പെട്ടിരുന്ന പീറ്റിന് ഒരു കുടുംബം ലഭിച്ചു. ഒരിക്കൽ ഒറ്റപ്പെട്ടിരുന്ന എലിയറ്റിനും സ്വന്തം കുടുംബത്തെ കണ്ടെത്താനായി. അതുകൊണ്ടാണ് ഈ കഥയുടെ അവസാനം നമ്മളെ കരയിപ്പിക്കുന്നതോടൊപ്പം മനസ്സിൽ ഒരു പുഞ്ചിരിയെ സമ്മാനിക്കുന്നത്. ചില വേർപിരിയലുകൾ അവസാനമല്ല, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് അവർ അർഹിക്കുന്ന ജീവിതം ലഭിക്കാനുള്ള മനോഹരമായ ഒരു പുതിയ തുടക്കമാണ്. അങ്ങനെ പീറ്റ്സ് ഡ്രാഗൺ എന്ന ഈ മനോഹരമായ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. ഒരു ഡ്രാഗൻ്റെ കഥ പറഞ്ഞതുപോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും കഥയാണ്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ വിട്ടുകൊടുക്കേണ്ടി വരും. കാരണം അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതെന്ന സത്യം ഈ സിനിമ വളരെ മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കഥ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പങ്കുവയ്ക്കാനും മറക്കരുത്.
ഇനിയും ഇത്തരം മനോഹരമായ സിനിമകളുടെ കഥയുമായിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് സ്റ്റോറി.